my channel. This is Ginger Garlic Kitchen. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡിലെ ഈ ഫ്രണ്ട്സ് നമുക്ക് ഇടാക്കി നോക്കാം. അപ്പോൾ ഇൻട്രോ എൻ്റെ മോനാണ് കേട്ടോ പറഞ്ഞാൽ അവന് ഭയങ്കര ആഗ്രഹം അവനൊന്ന് പറയണമെന്ന്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. നമുക്ക് കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അളവിലാണ് നമ്മുടെ മിൽക്ക് പൗഡർ എടുത്തിട്ടുള്ളത്. അതായത് പാൽപ്പൊടി 1 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ട് അതിന് നമ്മൾ പൊടിച്ചെടുത്തതാണ്. അതായത് ഒരു 1/2 കപ്പ് അളവിൽ പൗഡർഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 40 ഗ്രാം അളവിൽ ബട്ടർ, അൺസോൾട്ടഡ് ബട്ടർ ഉരുക്കി വെച്ചിട്ടുള്ളതാണ്. 1/2 കപ്പ് അളവിൽ നല്ല ചൂട് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മുടെ വിഷു ഇങ്ങനെ എത്താറായി. അപ്പോൾ നമുക്ക് വിഷുവിന് നമ്മൾ സേമിയ പായസവും പാൽപ്പായസമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കടയിലേക്ക് പോയി മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കോ ഒന്നും മേടിക്കാനായിട്ട് നിൽക്കേണ്ട, വീട്ടിൽ തന്നെ നമുക്കിത് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. അപ്പോൾ ഞാൻ ഐറ്റംസ് ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ നമ്മുടെ മിൽക്ക് പൗഡറും 1/2 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതും ഒരു 40 ഗ്രാം അളവിൽ അൺസോൾട്ടഡ് ബട്ടർ ഉരുക്കിയതും പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ ചൂട് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈ വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ ഞാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാവേ. എന്നതിന് ശേഷം ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് കുറുക്കി എടുക്കണം. നമ്മുടെ ഇതിൻ്റെ പുറമേ ഒരു പത പോലെ കാണുന്നില്ലേ, അപ്പോൾ ആ പതയെല്ലാം മാറിയിട്ട് ഒന്ന് സെറ്റായി വരുന്നത് വരെ വേണം നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അധികം സമയമൊന്നും വേണ്ട, ഏകദേശം ഒരു 10-12 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ആ പതയെല്ലാം മാറി ഒന്ന് സെറ്റായി വരും. അതുപോലെ തന്നെ ഒത്തിരി നേരം കുറുക്കിയെടുക്കണ്ട, കാര്യം ഇത് ഇരിക്കുമ്പോഴത്തേക്ക് തണുക്കുമ്പോൾ അതിൻ്റെ തിക്നെസ് ഒന്നും കൂടെ കൂടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം അങ്ങനെ ഒത്തിരി കട്ടി പോലെ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിനാണ് എത്തിയിട്ടുള്ളത്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ലെവലിൽ കിട്ടിക്കോളും. അതെ, ഇപ്പോൾ ആ പുറമേ ഉള്ള പതയൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറുക്കിയെടുക്കുക. പാൻ്റെ അടിക്ക് പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന അതേപോലത്തെ കളറിൽ കിട്ടിയിട്ടില്ലേ. ഇനി ഇത് തണുക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതേ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇതിൽ ഇച്ചിരി കട്ട പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ അരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല സ്മൂത്തി കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരിച്ചു കൊടുക്കുന്നത്. അരിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനൊരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദേ ഇവിടെ നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഗ്ലേസിങ്ങും തരിയും ഇതൊന്നും കട്ടയൊന്നും ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വിഷുവിന് നിങ്ങൾ പായസം ഉണ്ടാക്കുമ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കിയതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെൽ ബട്ടണും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിതിനെ ഒരു ഗ്ലാസ് ജാറിൻ്റെ അകത്തേക്ക് ഒഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് മാറ്റി വയ്ക്കാമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളിത് കേടാകാണ്ടിരുന്നോളും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൂടെ അറിയിക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.